ഹലോ ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തന്നെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി മാംഗ്ലൂർ പോകാൻ വേണ്ടിയിട്ട് ബസ് കയറി. അങ്ങനെ ഞങ്ങൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റെല്ലാം എടുത്തിട്ട് പ്ലാറ്റ്ഫോമിലെത്തി. മഴയില്ലാത്തതുകൊണ്ട് തന്നെ ക്ലൈമറ്റ് കാണാൻ നല്ല രസമുണ്ട്. രാവിലെ തന്നെ മാംഗ്ലൂരേക്കുള്ള ട്രെയിൻ മലബാറാണ്. അപ്പം ഞങ്ങൾ അതിന് ടിക്കറ്റ് എടുത്തില്ല. അതിനേക്കാളും മുന്നേ എത്തുന്ന ട്രെയിനാണ് ടിക്കറ്റ് എടുത്തത്. അതിന് കാരണം എന്ന് വെച്ചാൽ മലബാർ എല്ലാ സ്റ്റേഷനിലും നിർത്തുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഡിലേ ആയിട്ടാണ് ട്രെയിൻ എത്തൽ. അതുകൊണ്ട് തന്നെ മാംഗ്ലൂർ സെൻട്രലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അതാകുമ്പോൾ കാസർഗോഡ് കഴിഞ്ഞാൽ ത്രൂ ആയിട്ട് മാംഗ്ലൂർ എത്തുന്ന ട്രെയിനാണത്. അങ്ങനെ ട്രെയിൻ വന്ന് ഞങ്ങൾ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഗൈസ്, ഈ ട്രെയിനിൻ്റെ ടിക്കറ്റ് നിരക്ക് വരുന്നത് 65 രൂപയാണ്. ഇതിൽ ജനറൽ കോച്ച് അവൈലബിൾ ആണ്. അപ്പോൾ അത്യാവശ്യം നീറ്റായ ഒരു ജനറൽ കോച്ചാണ് ഞാനത് ആദ്യമായിട്ട് കണ്ടത്. ട്രെയിൻ വിട്ട് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ടി വന്ന് ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത്. അപ്പോൾ ടിക്കറ്റ് എടുക്കാണ്ട് യാത്ര ചെയ്യുന്നവർക്കാണ് കേട്ടിൻ്റെ പണി ഉറപ്പാണ്. ട്രെയിൻ വിട്ട് കുറച്ച് കഴിഞ്ഞാൽ തന്നെ എൻ്റെ ചങ്ങായി നല്ല ഉറക്കത്തിലായി. പാവം പണിയൊക്കെ എടുത്ത് ക്ഷീണിച്ച് വരുന്നതുകൊണ്ടൊന്നും നല്ല ഉറക്കം ഉണ്ടായിനി. അങ്ങനെ 7:30 ട്രെയിൻ വിട്ടാൽ ഞങ്ങൾ 9:00 തന്നെ മാംഗ്ലൂർ സെൻട്രലിലെത്തി. ട്രെയിൻ ഇറങ്ങിയിട്ട് ഞങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് കൂടെ പുറത്തേക്ക് അങ്ങ് നടന്ന്. അവിടെ എത്തിയ ഉടനെ തന്നെ നല്ലൊരു കാഴ്ചയാണ് കണ്ടത്. മുത്തപ്പൻ്റെ അമ്പലം കണ്ട്. അങ്ങനെ ഇത്രയും വലിയ നഗരത്തിൽ നാടേതാ മെയ്യേതാ അറിയാണ്ട് ഞങ്ങൾ അങ്ങനെ നടന്ന് കുറേ സമയം. ഒന്ന വഴിക്ക് സിറ്റി സെൻറ്റർ മാളെല്ലാം കണ്ട്. പക്ഷെ അത് ഓപ്പൺ ആവാൻ 10 മണിയാവും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ ചായ കുടിക്കാൻ വെച്ച് പിടിച്ച്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഷോപ്പ് അധികമൊന്നും തുറന്നിട്ടില്ല രാവിലെ തന്നെ. അപ്പോൾ ചായയും തപ്പിയിട്ട് ഞങ്ങൾ ഒരുപാട് ദൂരം പോയി. പോകുന്ന വഴിക്ക് തന്നെ എൻ്റെ ചങ്ങായി ഒരു ചർച്ച ഉണ്ട്. പിന്നെ പറയണ്ടല്ലോ, ഫോട്ടോ എടുക്കലായി, അവിടുന്ന് പോസ്റ്റ് ചെയ്യലായി എല്ലായി. പിന്നെ എൻ്റെ ചങ്ങായി എന്നെയും കൊണ്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോയി. റെസ്റ്റോറൻറ്റിൽ പോയപ്പോഴല്ലേ നമ്മൾ ബോർഡ് ശ്രദ്ധിക്കുന്നത്. അവിടെ റെസ്റ്റോറൻറ്റിൻ്റെ അപ്പുറത്ത് തന്നെ ബാറെന്നും കൂടി എഴുതി വെച്ചിട്ടുണ്ടായിനി. അങ്ങനെ ഫുഡ് അന്വേഷിച്ചിട്ട് ഞങ്ങൾ വേറൊരു ഹോട്ടലിൽ കയറിയ ഉടനെ നമ്മളെ ചങ്ങായി കുഞ്ചു പത്രം വായിക്കുന്ന പോലെ മെനു ഓരോന്നിങ്ങനെ വായിക്കുന്നുണ്ടായിനി. കാര്യമായിട്ട് വായിക്കുന്നത് കൊണ്ട് തന്നെ ഞാനത് എന്താണെന്ന് നോക്കി. പിന്നെയല്ല കാര്യം പിടി കിട്ടിയേ. ഫുഡിൻ്റെയും കേക്കിൻ്റെയൊന്നും വിലേൻ്റെ കാര്യം പറയേ വേണ്ട. അവിടെ മൊത്തം നോൺ വെജ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പോപ്കോൺ ഇട്ട് എന്തോ സാൻഡ്വിച്ചായിട്ട് ഓർഡർ ചെയ്ത് കഴിച്ച് നോക്കണ താമസമേ ഉണ്ടായിട്ടുള്ളൂ. ഒരു വകക്കൊള്ളാത്ത ഫുഡാണ് ഉണ്ടായത്. കൈമലിലെ പൈസയും പോയി, ഫുഡും ഇല്ലാണ്ടായ അവസ്ഥയായി. അപ്പോൾ ഗൈസ്, എൻ്റെ മാംഗ്ലൂർ യാത്രയിൽ ആദ്യത്തെ ഭാഗം ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.